വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പത്മാവതി അമ്മ സുസ്മിതയുടെ തോളിൽ പിടിച്ചിരുന്ന് നിൽക്കുമ്പോഴും ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച് പേടിച്ച് നിൽക്കുകയാണ് സുസ്മിത. ഇനി അവരെന്താണ് പറയാൻ പോകുന്നതെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഇന്ന് മോളുടെ ജന്മദിനമാണല്ലേ, ഇതുപോലുള്ള ഒരു 100 ജന്മദിനം മോൾക്കുണ്ടാകട്ടെ, അങ്ങനെ ജന്മദിനം ആശംസിക്കുകയാണ്. അന്നേരം അത് സുസ്മിത തലകുലുക്കി സമ്മതിക്കുകയാണ്. തുടർന്ന് സരള പറയുന്നുണ്ട്, അത് മാത്രം ഇങ്ങനെ ആശംസ അർപ്പിച്ചാൽ മാത്രം പോരാ, വൈകിട്ടത്തെ ഫംഗ്ഷന് പത്മാവതി അമ്മയും മകനും ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. അന്നേരം തീർച്ചയായും ഉണ്ടാകും, ഇവരും ക്ഷണിക്കപ്പെട്ട അതിഥികൾ തന്നെയാണ് എന്ന് സത്യഭാമ പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിതയോട് പറയുകയാണ്, ഇന്ന് മോളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്, മോൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നത് പോലെ തന്നെ ഞാൻ രോഹിത്തിനും കൊടുക്കുന്നുണ്ട് ഒരു സമ്മാനം. ആദ്യമായിട്ട് രോഹിത് എന്നെ കാണാൻ വന്നത് ഒരു പരാതിയുമായിട്ടാണ്, അതിനുള്ള പരിഹാരവും ഇന്ന് നൽകുന്നുണ്ട്. മോള് പോയി കുളിച്ച് റെഡി ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കാം എന്ന് പറഞ്ഞ് സുസ്മിതയെ പറഞ്ഞു വിടുകയാണ്. അന്നേരവും പകയോടുകൂടി പത്മാവതി അമ്മ സുസ്മിതയെ നോക്കി നിൽക്കുകയാണ്. രോഹിതും അതേപോലെ നോക്കുന്നുണ്ട്. തുടർന്ന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി സുസ്മിത പോകുമ്പോഴും പത്മാവതി അമ്മ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഇരുന്ന് ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഇതേസമയം കുടുംബശ്രീ വീട്ടിലെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് ശാരദാമ്മ. റെഡിയായിട്ട് വന്ന ശാരിയെ ചോദിക്കുന്നുണ്ട്, അമ്മ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ, പോകാമെന്നൊക്കെ പറഞ്ഞ്. അന്നേരം ഞാൻ റെഡിയായി, നീ പോയി ശ്യാമയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുകയാണ്. അന്നേരം അത് ഇഷ്ടമല്ലാതെ ശാരിക ഇരിക്കുകയാണ്. അന്നേരം നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ, ഒരു വീടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും, മോള് പോയി കൂട്ടിക്കൊണ്ട് വാന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഉള്ളതുപോലെ പറയും, ഇങ്ങോട്ട് വരുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്ന കണ്ടു, എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് ശ്യാമയുടെ മുറി ിലേക്ക് ശാരിക വരികയാണ്. ഇതേസമയം ശ്യാമ മയക്കുമരുന്ന് കിട്ടാത്തതിൻ്റെ ആകെ ഒരു പിരിമുറുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് നടക്കുകയാണ്. വിരലുകളൊക്കെ ഇറുക്കി പിടിച്ച് ചുണ്ടൊക്കെ കടിച്ചു പിടിക്കുന്നുണ്ട്. ഈ തുടർന്ന് ശ്യാമ തൻ്റെ അലമാരി തുറന്ന് ബാഗിൽ നിന്ന് ആ മയക്കുമരുന്ന് ഗുളിക എടുത്ത് കട്ടിലേക്ക് ഇരുന്ന ശേഷം അത് വായിലേക്ക് ഇടുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ശാരിക റൂമിലേക്ക് വരുന്നത്. അന്നേരം ആകെ ദേഷ്യം വരുന്ന ശാരിക ഡി എന്ന് വിളിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനൊന്നും ഉപയോഗിച്ചില്ല എന്നും പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങിയാണ്. അന്നേരം എങ്കിൽ നിന്റെ വാ തുറന്നേന്നും പറഞ്ഞ് വാ പിടിച്ച് തുറപ്പിക്കാനായിട്ട് ശാരിക ശ്രമിക്കുന്നുണ്ട്. അന്നേരം ബഹളം വെച്ച് അമ്മയെ അറിയിക്കില്ലെന്നൊക്കെ ശ്യാമ പറയുകയാണ്, ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് എങ്കിൽ പിന്നെ വാ തുറന്നേന്ന് പറഞ്ഞിട്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ ശാരികയെ തട്ടി അങ്ങ് കട്ടിലേക്ക് ഇടുകയാണ്. നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ലല്ലേ എന്നും പറഞ്ഞ് ആകെ ഒരു കലി കയറി ഭ്രാന്തിയുടെ അവസ്ഥയിൽ അവിടെ ഇരുന്ന കത്രിക എടുത്തുകൊണ്ട് ശാരികയെ കുത്താനായിട്ട് ഓടിക്കുകയാണ് ശ്യാമ. തുടർന്ന് ഒരുവിധം ശ്യാമയെ തള്ളിമാറ്റി റൂമിൽ നിന്നും ശാരിക പുറത്തെ വരാന്തയിലേക്ക് ഓടുകയാണ്. തുടർന്ന് രാജിയേച്ചി, ശാന്തേച്ചി, ശ്യാമ എന്നെ കൊല്ലാൻ വരുന്നതെന്നൊക്കെ വിളിക്കുന്നുണ്ട്, അമ്മയെന്നൊക്കെ വിളിക്കുകയാണ്. അതേസമയം പാത്രം കഴുകിക്കൊണ്ടിരുന്ന രാജിയും ശാന്തയും കൂടി ശാരി മോളല്ലേ വിളിക്കുന്നതെന്നും പറഞ്ഞ് അങ്ങോട്ടേ എത്തുകയാണ്. തുടർന്ന് വരാന്തയിലേക്ക് എത്തുമ്പോൾ നിന്നെ എന്ന് ഞാൻ കൊല്ലുമടി എന്നും പറഞ്ഞ് വീണ്ടും അവിടെ മൊത്തമായിട്ട് ശാരിയെ ഓട്ടിക്കുകയാണ് കുത്താനായിട്ട്. 1-2 തവണ ശ്യാമയെ തള്ളിയൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷേ ശ്യാമയുടെ പിടിയിൽ നിന്നും ശാരിക്ക് രക്ഷപ്പെടാനാവുന്നില്ല. തുടർന്ന് ശാരദാമ്മ വരുമ്പോൾ ശാരദാമ്മയെ തള്ളി മാറ്റുന്നുണ്ട്. രാജിയെയും ശാന്തിയെയും ഒക്കെ ശ്യാമ തള്ളി മാറ്റുകയാണ്. എന്നിട്ട് ശാരിയായിട്ട് ഓട്ടിക്കുകയാണ്. തുടർന്ന് ശാരിക മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാനുമതി അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അന്നേരം മോളെ വേണ്ടാന്നൊക്കെ ഭാനുമതി അമ്മ ഇങ്ങനെ പറയുമ്പോഴേക്കും നിന്നെ ഇന്ന് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ശ്യാമ കത്രിക വെച്ച് ശാരികയെ കുത്താനായിട്ട് വരുമ്പോൾ അത് കൊള്ളുന്നത് ഭാനുമതി അമ്മയുടെ വയറിലേക്കാണ് കൊള്ളുന്നത്. തുടർന്ന് ഭാനുമതി അമ്മ ബോധം കെട്ട് വീഴുകയാണ്. അതുകൊണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും രാജിയും ശാന്തയും ഒക്കെ. തുടർന്ന് ഇതേസമയം ബോധം കെട്ട് വീഴുന്ന ഭാനുമതി അമ്മയെ കണ്ണു തുറക്കുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചേർന്ന് വിളിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ശ്യാമയും ബോധം കെട്ട് മുറ്റത്തേക്ക് വീഴുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സുസ്മിതയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ്. എല്ലായിടത്തും നന്നായിട്ട് ബലൂണൊക്കെ കെട്ടി അലങ്കരിച്ച് സുസ്മിതയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അന്നേരം ഒരുങ്ങി റെഡിയായിരിക്കുന്ന സുസ്മിത കൂട്ടുകാരികളോട് പറയുകയാണ്, എൻ്റെ കാര്യം ഇന്നത്തോടെ തീരുമാനമായി, ഞാൻ പെട്ടു എന്നൊക്കെ. അന്നേരം അവർ പറയുന്നുണ്ട്, എൻ്റെ വിഷ്ണുവേട്ടനേക്കാൾ കേമനായിട്ടുള്ള ഒരാളെ ആണെങ്കിലോ ഭാമ ആൻറ്റി കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന്. അന്നേരം വിഷ്ണുവേട്ടനേക്കാൾ കേമനോ അങ്ങനെ ഒരാളില്ല, ഉണ്ടെങ്കിലും എനിക്ക് വേണ്ട, പിന്നെന്തിനാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ പോരാടി നിന്നത്, എനിക്ക് വിഷ്ണുവേട്ടനെ മാത്രം മതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുസ്മിത എങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് അതിഥികളെ എല്ലാവരെയും ഭാമ സ്വീകരിക്കുന്നുണ്ട്. അന്നേരം അവിടേക്ക് ശാലിനിയും വിഷ്ണുവും കൂടി ഒരുങ്ങി റെഡിയായി വരികയാണ്. അന്നേരം വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ഭാമ, നീ ഇത്രയും നേരം എവിടെയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഇരുന്നവരെയൊക്കെ പരിചയപ്പെടുത്തുകയാണ്. അന്നേരം അറിയാമെന്നൊക്കെ അവരോട് വിഷ്ണു പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ശാലിനിയോട് കണ്ണുകൊണ്ട് ആരാന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഭാമ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ വിഷ്ണു അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കാണിച്ചിട്ട്
നോക്കിയിട്ട് ശാലിനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഊതുകയാണ്. എന്നിട്ട് അപ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം തരക്കേടില്ല എന്ന് പറയുമ്പോൾ ഇഷ്ടമായെങ്കിൽ എനിക്കൊരു സമ്മാനം തരുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്ത് സമ്മാനം എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ നിൽക്കുമ്പോൾ അതെന്തോന്ന്, ഞാൻ എന്നും ചോദിക്കുന്നത് തന്നെ, ഒരു മുദ്ദകം എനിക്ക് തരുമോ, ഇങ്ങോട്ട് തന്നാട്ടെ, ആരും കാണില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ശാലിനി അടുത്തേക്ക് നീങ്ങുകയാണ്. അന്നേരം അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പ്രീതി വരുന്നത്. അന്നേരം ആ പ്രീതി വരുന്നു എന്ന് പറഞ്ഞ് ശാലിനി നിൽക്കുകയാണ്. തുടർന്ന് രണ്ടുപേരും എന്താ ഇവിടെ ഒരു പരിങ്ങല് എന്നും ചോദിച്ചുകൊണ്ട് പ്രീതി വരികയാണ്. അന്നേരം ഒന്നുമില്ല എന്ന് പ്രീതി പറയുന്നുണ്ട്. അന്നേരം എന്താ കാര്യമെന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം പ്രീതി ചോദിക്കുമ്പോൾ നമ്മുടെ പ്രീതിയല്ലേ, പറയാമല്ലേ എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ പറയുകയാണ്. അന്നേരം വേണ്ട എന്ന് വിഷ്ണു ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുകയാണ്. തുടർന്ന് പറയാം എന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് പ്രീതിയെ കുറച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ശാലിനി എന്തോ പറയുന്നുണ്ട്. വിഷ്ണു ചോദിച്ചതായിരിക്കില്ല പറഞ്ഞത്, പക്ഷെ അത് കേൾക്കുന്ന പ്രീതി അയ്യേ എന്താ വിഷ്ണുവേട്ടായത്, അത് വേണോന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് ചമ്മലാണ്. പ്രീതിയോട് ശാലിനി പറഞ്ഞു കാണും എന്നാണ് വിഷ്ണു വിചാരിക്കുന്നത്. അന്നേരം എന്തായത്, കുട്ടികളെ മാറിയിട്ടില്ലേന്നും പറഞ്ഞ് പ്രീതി വിഷ്ണുവിനെ വഴക്ക് പറയുകയാണ്. തുടർന്ന് പ്രീതി അങ്ങ് പോകുമ്പോൾ ശാലിനിയെ നോക്കി ആകെ ചമ്മി വിഷ്ണു അയ്യേ എന്താ ഇതെന്നൊക്കെ പറഞ്ഞ് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി മുഖം കണ്ട് എന്തോ അങ്ങ് ആംഗ്യം കാണിച്ചിട്ട് ശാലിനി അങ്ങ് പോവുകയാണ്. ശാലിനി പറഞ്ഞു കാണില്ല, പക്ഷേ വിഷ്ണു വിചാരിക്കുന്നത് ശാലിനി പറഞ്ഞു കാണുമെന്നാണ്. ആകെ ചമ്മി അയ്യേ എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ വിഷ്ണു അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നേരത്തെ സത്യഭാമ പരിചയപ്പെടുത്തിയ ആ സ്ത്രീ വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ തലകുലുക്കി ചിരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനും അവരെ കണ്ടപ്പോഴും ചമ്മലുണ്ടാകുകയാണ്. അല്ല, ഊണ് കഴിക്കണമെന്ന് പറയുമായിരുന്നു എന്ന് വിഷ്ണു അവരോട് പറയുന്നുണ്ട്. അന്നേരം അതെ എന്നും പറഞ്ഞ് അവരും തലകുലുക്കി അങ്ങ് ചിരിക്കുകയാണ്. ഈ സമയത്ത് ക്ലീറ്റസിൻ്റെ അസിസ്റ്റൻറ്റും ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് എത്തുന്നുണ്ട്. വിഷ്ണു അവരെ കാണുകയാണ്. തുടർന്ന് ക്ലീറ്റസ് സത്യഭാമയുടെയും രാഘവൻ നായരുടെയും സർലയുടെയും എല്ലാവരുടെയും ഫോട്ടോയും വീഡിയോയും ഒക്കെ കവർ ചെയ്യുകയാണ്. തുടർന്ന് ക്വാളിറ്റിയാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ക്ലീറ്റസ് അങ്ങ് പ്രസംഗിക്കുന്നുണ്ട്. അന്നേരം ക്വാളിറ്റി ഒന്നുമല്ല, കൃത്യസമയത്ത് എത്തുക എന്നുള്ളതാണ്. ഇവിടെ എന്ത് ഫംഗ്ഷനാണ് നടക്കുന്നതെന്ന് നിനക്ക് അറിയാമോ എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം ചിരിച്ചുകൊണ്ട് എനിക്കറിയാമോ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ എന്ന് അസിസ്റ്റൻറ്റിനോട് പറയുമ്പോൾ അതിപ്പോൾ അറിയാൻ എന്താ, സത്യഭാമയുടെ കുഞ്ഞമ്മയുടെ കല്യാണമെന്ന്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അന്നേരം ക്ലീറ്റസ് വിഷയം മാറ്റുകയാണ്. അല്ല, കുഞ്ഞമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന്. ആ വിഷയം ദേഷ്യം മാറ്റാനായിട്ട് സത്യാമ്മയും സർലയും ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ് ക്ലീറ്റസ്. ഇതേസമയം സുസ്മിത വീണ്ടും കൂട്ടുകാരികളോട് പറയുകയാണ്, വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ എൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. 2 തവണയാണ് കല്യാണം മുടങ്ങിയത്, ആ താലി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതേ താലി തന്നെ എൻ്റെ കഴുത്തിൽ കെട്ടിക്കും എന്ന് പറയുകയാണ്. അന്നേരം ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല, ഇതുവരെ എത്തിയില്ലേ, പറ്റില്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പോകുന്നൊക്കെ കൂട്ടുകാരി പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും, കല്യാണത്തിൻ്റെ പേരിലല്ലേ ഞാനിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, വിഷ്ണുവേട്ടനേക്കാൾ കേമനായ ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കാതെ വന്നാൽ പിന്നെ എന്നെ ഇവിടെ നിർത്താനായിട്ട് സമ്മതിക്കില്ല, പിന്നെ ശാലിനിയെ പുറത്താക്കിയിട്ട് വിഷ്ണുവേട്ടൻ്റെ ഭാര്യയാകാം എന്നുള്ള എൻ്റെ മോഹവും നടക്കില്ല എന്ന്. അന്നേരം കൂട്ടുകാരികൾ പുതിയൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഇന്ന് നിൻ്റെ വരനെ പ്രഖ്യാപിക്കുമല്ലോ, നിശ്ചയവും നടത്തും, പിന്നീട് കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾ ഉണ്ടാകുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള അവസരങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ആ സമയത്തിൽ നീ നിൻ്റെ വിശ്വരൂപം അവന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കല്യാണത്തിൽ നിന്നും നീ ആയിട്ട് പിന്മാറണ്ട, അവൻ തന്നെ 4 കാലും പറിച്ച് ഓടിക്കോളും. അപ്പോൾ നിനക്ക് വീണ്ടും സഹതാപം കിട്ടും, നിനക്ക് വീണ്ടും ഇവിടെ പറ്റിക്കൂടുകയും ചെയ്യാം എന്ന് കൂട്ടുകാരികൾ പറയുമ്പോൾ അത് തന്നെയാണ് വഴി എന്ന് ആലോചിച്ച് സുസ്മിതയും നിൽക്കുകയാണ്. ഇതേസമയം ഓട്ടോയിൽ ഫംഗ്ഷനിൽ വീട്ടിലേക്ക് വരുന്ന രോഹിത്തിനെയും അമ്മയെയും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്